തെച്ചിയുടെ ഒരു കുഞ്ഞ് അപ്ഡേഷൻ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇത് ഒരു ഏപ്രിൽ മാസത്തിലേറ്റം എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പം അത് ഇപ്പോൾ ഉള്ള സ്റ്റേജ്, അതായത് ചെടീൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുമ്പേ എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആയത് കാരണം അപ്പോഴത്തെ ആ ഒരു കാലാവസ്ഥേൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാനിത് വളരെ മോശമായിരുന്നു നമ്മുടെ തെച്ചി, അപ്പോൾ അതിനൊന്ന് ശരിയാക്കി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഹലോ ഹായ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ തെച്ചീൻ്റെ പ്രൂണിംഗ് ആണ്. എല്ലാവർക്കും ഓൾ ടൈം ഫേവറേറ്റ് വേണമെങ്കിൽ പറയാം ഈ ഒരു ചെടി. എൻ്റെയും വളരെ ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് തെച്ചി. അപ്പോൾ തെച്ചി ഇപ്പം ഓൾമോസ്റ്റ് കുറേ ദിവസമായി ഇപ്പോൾ ഞാൻ പ്രൂൺ ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ട കായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തെച്ചീനെ അങ്ങനെ ഇട്ടേക്കാൻ പാടില്ല. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഏകദേശം ഒരു മുരടിക്കുന്ന ഒരു സ്ഥിതി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ പ്രൂൺ ചെയ്യണം. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് എൻ്റെ തെച്ചി ചെടി നശിച്ചു പോയി, അല്ലെങ്കിൽ ഇതിങ്ങനെ പൂ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മൾ തന്നെയാണ്. നമ്മളതിന് വേണ്ട വളങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ടൈം അതിക്രമിച്ചു കഴിഞ്ഞു, അതായത് ഇതിൻ്റെ പ്രൂണിങ് സ്റ്റേജൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്യണമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കുന്നില്ല. എന്തായാലും ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൂൺ ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ കണ്ടോ, നമ്മൾ പണ്ട് കണ്ട തെച്ചീൻ്റെ ഒരു സ്ഥിതി പോലെയാണോ ഇപ്പോൾ നമ്മൾ ഈ ഒരു തെച്ചി. അപ്പോൾ ഇതിനെ റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ ഇപ്പോൾ ഈ പൂക്കളൊന്നും ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ നന്നായിട്ടൊന്ന് ഡീപ്പായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പം നല്ല അത്യാവശ്യത്തിന് വേണ്ട വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തെച്ചി ചെടി പണ്ടത്തെ പോലെ തന്നെ നന്നായിട്ട് പൂക്കൾ ഇടുകയും ചെയ്യും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൂണിങ്ങിലേക്ക് കിടക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ നിറച്ചും കായ വന്നുപോയി. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇങ്ങനെ ഇതായി കഴിഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബ്രാഞ്ച് ഫുള്ളും കേടായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ താഴത്തുനിന്ന് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടൊരു ഉണക്കം പോലെ സംഭവിക്കും. നമ്മൾ തെച്ചിച്ചെടി എന്താണ് ഉണങ്ങി പോകുന്നത്, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പ്രൂൺ ചെയ്യുന്ന വേണം. കണ്ടത് നിറച്ചും കായ വന്ന് കേടായിപ്പോയി. ഞാൻ എന്താ ചോദിച്ചാൽ ഫുൾ ഡീപ് പ്രൂണിങ് ചെയ്യില്ല. അപ്പോൾ കുറച്ച് വേനലാണല്ലോ, ഇനിയിപ്പോൾ മഴക്കാലത്തിന്റെ ആ ഒരു സമയത്ത് ഞാൻ നിറച്ചും വെട്ടും. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ തെച്ചിച്ചെടി കംപ്ലീറ്റ് ആയിട്ട് കേടായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാച്ചാ നന്നായിട്ട് ഡീപ് പ്രൂൺ ചെയ്തോളൂ, നല്ല മഴ സമയത്ത് കേട്ടോ. ഇപ്പൊ എന്താ വെച്ചാൽ വേനലായതിനെ കൊണ്ട് ഇപ്പൊ പറയാൻ പറ്റില്ല, ചെടിക്ക് ഒരു ഷോക്ക് പോലെ വരും പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് വെട്ടി നശിപ്പിക്കുമ്പോഴേ. അപ്പം ഇപ്പൊ ഇതാ കേടായി വെക്കുന്ന അത്രയും കമ്പുകൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെയൊക്കെ മുട്ടുകളൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ അതൊരു കറക്റ്റ് ആയിട്ടുള്ള പ്രൂണിങ് അല്ലാത്തത് കൊണ്ടാണ്, അല്ല പ്രൂൺ ചെയ്യാത്തത് കൊണ്ടാണ് എന്തായത് ഇതാ ഇപ്പൊ ഇങ്ങനെയായിട്ട് കണ്ട ചെടി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കേടാൻ വേണ്ടി ഇവിടെയൊക്കെ തളിർപ്പുകൾ വരുന്നുണ്ട്. പക്ഷെ അതിനൊരു ആരോഗ്യം വളരെ മോശം. കണ്ടോ, അങ്ങനെ ഒരു കമ്പ് കണ്ടില്ലേ, അതുപോലെ ആയിപ്പോയത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ആ കേടായി പോയ ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ട നിറച്ചും പൂക്കളാണ്. ഇത് ശരിക്കും നമുക്ക് വെട്ടി നശിപ്പിക്കാൻ തോന്നില്ല, പക്ഷെ മാക്സിമം നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കുറ്റിയാക്കി കൊണ്ടുവരാം. എന്നാലേ ഇപ്പൊ നമ്മളെ തെച്ചിയൊക്കെ ഒന്ന് ഉഷാറാവുള്ളൂ. ഇത് കണ്ടോ, ഇതൊക്കെ കായ വന്ന് കിടക്കുക. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് കറക്റ്റായിട്ട് ചെയ്യാത്ത, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പ്രൂണിങ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. ആ പ്രൂണിങ് മിസ്സായത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം എന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് തെച്ചി. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു സ്ഥിതിയിലേക്കാകും. അപ്പോൾ ഇത് വൈകിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളെ തെച്ചി ഇതുപോലത്തെ ഒരു സ്ഥിതിയിലേക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെച്ച് താമസിപ്പിക്കുകയേ വേണ്ട. മഴക്കാലം ഒന്നും നോക്കണ്ട, കുറച്ചൊന്ന് തക്കുക. പക്ഷേ കൃത്യമായിട്ട് ഡെയിലി നനച്ചു കൊടുക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നനയ്ക്കാതെ വിട്ട് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ഉണക്കം വന്ന് ഇതാക്കും. അപ്പോൾ നമ്മൾ വേനൽക്കാലം ആകുമ്പോൾ കൂടുതൽ വെള്ളം വേണം എല്ലാ ചെടികൾക്കും, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക. കൂടാതെ നമ്മൾ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് രാവിലെയും വൈകിട്ടും നനയ്ക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇലകൾ നന്നായിട്ട് വന്ന് കിട്ടും. ഓക്കെ, അപ്പം പ്രൂണിങ് മിസ് ചെയ്യാതിരിക്കുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പ്രൂൺ ചെയ്യുക, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ പ്രൂൺ ചെയ്യുക. ചെറിയ പ്രൂണിങ്, ചെറിയ കമ്പുകൾ ഇങ്ങനെ കേടായി വരുമ്പോൾ അവിടെയൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഒരു സ്ഥിതിയിലേക്ക് എത്തില്ല. ഇതിപ്പോൾ ഞാനൊരു വർഷം മുഴുവൻ തീരെ അതിന് ശ്രദ്ധിച്ചില്ല. അപ്പം അതിനെ കൊണ്ടാണ് ഇങ്ങനൊരു സ്ഥിതിയിലേക്ക് ആയിട്ടുള്ളത്. എന്നിട്ട് കൂടിയിട്ട് അത് നിറച്ചും പൂക്കൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ശരിക്കും പറയാൻ മാത്രമുള്ള ഒരു സംഭവം ഒന്നുമല്ല, പക്ഷെ നമ്മൾ എപ്പോഴും കെയർലെസ് ആയിട്ട് ചെടികൾ കേടായി പോകുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇതെപ്പോഴും പൂക്കൾ തരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ വെറുതെ നനച്ച് മാത്രമാണ് വിടുക, അതിന് വേണ്ട വളങ്ങൾ ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൊടുത്തിട്ടുള്ളത് എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടിയിട്ടുള്ള മിക്സ് ചുറ്റും, അതായത് വേരിനല്ല ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ അല്ലാതെ ഞാൻ ചെയ്യുന്നത് സാധാരണ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റിൻ്റെ വെള്ളം അത് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ
കുറേ ചെടികളുണ്ട് ഞങ്ങൾക്ക് അവിടെ. മതിലിൻ്റെ മേലെ പടർന്ന് പിടിക്കുന്ന ഒരു ചെടി, കുഞ്ഞു ചെടിയുണ്ട്. പിന്നെ ഒരു ഗാർലിക് വൈൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ബ്രൈഡൽ ബൊക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പൂക്കളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ പൂക്കളിട്ട് നമ്മൾ ഗാർലിക് വൈൻ പൂക്കളിട്ടൊരു വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന് ശേഷമാണ് കേട്ടോ. അപ്പം ഇവിടെ ഇതിന് വളം കൊടുക്കുമ്പോൾ അതിനൊക്കെ കിട്ടാറുമുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സ്ഥിതിയിലേക്ക് ഇതാണ് ഇതിൻ്റെ കായ കേട്ടോ. ഇത് ശരിക്കും നമ്മൾ പണ്ടൊക്കെ എടുത്ത് കഴിക്കാറുണ്ട് ഈ ഒരു കായൊക്കെ. അത് ശരിക്കും ഒരു ഓർമ്മ തന്നെയാണ്. അപ്പോൾ നമ്മുടെ തെച്ചി നല്ല ഉഷാറായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് അപ്ഡേഷനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. ഇത് എപ്പോഴോ ഇടേണ്ട വീഡിയോ ആയിരുന്നു. എനിക്ക് ചെറിയൊരു തിരക്ക്, നമ്മൾ അഡീനിയംസ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് തിരക്കുള്ളത് കൊണ്ടാണ് ഇതൊന്നും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ ആരും മറന്നു പോരുത്, നിങ്ങൾ വീഡിയോസ് കൃത്യമായിട്ട് കാണണം. എനിക്കതിന് പറയാനുള്ളൊരു ഇതില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് ഇടാത്തത് കാരണം എനിക്ക് നിങ്ങളോടത് പറയാനും വയ്യ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സൈഡിൽ നടക്കുന്നു. പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചത് എനിക്ക് നിങ്ങളെ മുമ്പിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു ടൈം കിട്ടുന്നേ ഇല്ല കേട്ടോ. അപ്പം മെയിനായിട്ട് ഇതാണ് ചെയ്യേണ്ടത്. അതായത് വർഷത്തിൽ 2 പ്രാവശ്യം ചെയ്യുക, അല്ലെങ്കിൽ 1 ടൈമെങ്കിലും ചെയ്യുക. പിന്നെ ഞാൻ ചെയ്യണ വേറൊരു കാര്യം കൂടിയും പറഞ്ഞുതരാം. കുഞ്ഞു സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുക. അതായത് വന്ന പൂക്കളുണ്ടല്ലോ, പൂക്കൾ കൊഴിഞ്ഞ് പോയ ആ ശാഖ ഉണ്ടല്ലോ, കുഞ്ഞായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നോക്കിക്കേ, അതിന് ശേഷം നമ്മളത് ആ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു സ്റ്റേജാണ്. നിറച്ചും പൂക്കൾ വന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയ തന്നെ നിങ്ങൾ നോക്കിക്കുക, ഒരുപാട് ചേഞ്ച് ഉണ്ട്. മറ്റുള്ള ചെടികളൊക്കെ വളർന്നു, ആ യെല്ലോ ചെടിയൊക്കെ നന്നായിട്ട് പൂക്കൾ തരുന്നുണ്ട്, കൂടാതെ നമ്മുടെ തെച്ചിയും. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു ഏരിയയാണ്, നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയ. അപ്പോൾ ശരിക്കും പറയുക വെച്ചാൽ നമുക്ക് ഈ ഒരു ഏരിയ തന്നെയുള്ളൂ ഇപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്നത്. പിന്നെ ഏറ്റവും ടോപ്പിലാണ്, പോളി ഹൗസിൻ്റെ അവിടെയാണ് പിന്നെ വെയിലുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞാൻ തെച്ചീനെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് അത്ര വെയിലും ഇല്ല, അത്ര ഉഷാറും ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തെച്ചിച്ചെടി നടുമ്പം നല്ല വെയിലുള്ളൊരു സ്ഥലം നോക്കി സെലക്ട് ചെയ്തിട്ട് അവിടെ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഒന്നൊന്ന് പൊന്തി കഴിഞ്ഞാൽ അതിന് വേണ്ട വളങ്ങളും ചെയ്ത് കൊടുക്കുക. തെച്ചിയല്ലേ വളങ്ങൾ വേണ്ടല്ലോ എന്നുള്ളത് രീതിയിൽ കാണുകയും ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് അതിന് വേണ്ട പ്രൂണിങ്ങും അതുപോലെ തന്നെ വളങ്ങളും കൊടുത്താലാണ് ഇതുപോലെ നന്നായിട്ട് പൂക്കൾ തരിക. ഇതിപ്പം ഭയങ്കര പൂക്കളൊന്നും ഞാൻ പറയില്ല, ഇത് ശരിയായി വന്നു. അതായത് അത്രയും മോശമായ ഒരു ചെടീനെ കുറച്ച് റെക്ടിഫൈ ചെയ്ത് എടുത്തു എന്ന് വേണമെങ്കിൽ മാത്രം പറയാം. അപ്പം നിങ്ങൾ ആരും മടിച്ചിരിക്കരുത്, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും മടിയാണല്ലോ മുന്നിൽ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരുന്നത് വെച്ചാൽ അവിടെ ഒരുപാട് ചെടികൾ അതിൻ്റെ അകത്ത് ഉണ്ട് വെച്ചാൽ അവിടെ മാത്രമേ ഞങ്ങൾക്ക് വെയിൽ ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൂ. അപ്പോൾ ഈ ഗേറ്റിൻ്റെ മേലേക്ക് പടർത്താൻ വേണ്ടിയിട്ട് ഉള്ള 2 ചെടിയും കൂടാതെ നമ്മളെ മതിലിൻ്റെ മേലെ ഉള്ള ആ ഒരു ചെടിയൊക്കെ ഈ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മറക്കാതെ എല്ലാവരും തെച്ചി പ്രൂൺ ചെയ്യുക. വീക്ക്ലി പൂക്കൾ വന്നു പോയ ശാഖകൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ വീണ്ടും ശാഖകൾ വന്ന് നല്ല ഭംഗിയാവും കേട്ടോ. തെച്ചീൻ്റെ ഒരു ഭയങ്കര കളറാണ്. ഇത് ഞാൻ നല്ല വെയിലുള്ള സമയത്ത് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ നിങ്ങൾ നോക്കിക്കുക, ഭയങ്കര അട്രാക്ഷനാണ്. പിന്നെ തെച്ചി വേര് പിടിപ്പിക്കുന്ന സ്പെഷ്യൽ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് അത് സക്സസ്ഫുൾ ആണ്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതലായിട്ട് അഡീനിയംസിനെ പറ്റിയിട്ടാണ് കൂടുതൽ ഇപ്പോൾ നമുക്ക് ഡൗട്ട് വരാറുള്ളത്. അഡീനിയംസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട് എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് ഉള്ളത്, അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാം ഇനി നെക്സ്റ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നല്ല ഭംഗിയല്ലേ ശരിക്കും. പൂക്കൾ ശരിക്കും മനസ്സിനൊരു ഭയങ്കര പോസിറ്റിവിറ്റി തരുന്നതാണ് ശരിക്കും പറയാൻ വെച്ചാൽ. എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ രാവിലെ തന്നെ വന്ന് എണീറ്റ് കഴിഞ്ഞ് നമ്മുടെ പണികളൊക്കെ തുടങ്ങുമ്പോൾ നമ്മളെ മുറ്റത്ത് നിറച്ചും പൂക്കളുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. അതിന് ഏറ്റവും ബെസ്റ്റാണ് തെച്ചി കേട്ടോ. അപ്പോൾ ഒരു തെച്ചിയെങ്കിലും നിങ്ങൾ വീട്ടിൽ നടുക. ഏറ്റവും നല്ലത് മണ്ണിൽ തന്നെ നടുന്നതാണ്. ചട്ടിയിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് 1-2 ചെടി ഉണങ്ങിപ്പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലില്ലാത്ത സാഹചര്യത്തിൽ ഇടയ്ക്ക് നമുക്കതിൽ കറക്റ്റായിട്ടുള്ള വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഉണങ്ങി പോകും കേട്ടോ. അപ്പം മണ്ണിലാണെന്ന് അത്ര വലിയ കുഴപ്പമില്ല, കുറച്ച് ദിവസമൊക്കെ അതങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. തീരെ വെള്ളം കൊടുക്കാഞ്ഞാൽ പണി കിട്ടും. പക്ഷേ എന്നാലും കുറേയൊക്കെ നമുക്കത് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ കഴിയുന്നതും മണ്ണിൽ തന്നെ ഡയറക്റ്റായിട്ട് നടുക. ഇനി കുഴപ്പമില്ല, ചട്ടിയിലാണെങ്കിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ ചകിരിച്ചോറ് കുറച്ച് കൂട്ടിയിട്ട് മണ്ണ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ രക്ഷപ്പെടും കേട്ടോ. അപ്പോൾ എൻ്റെ തെച്ചി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തെച്ചിയുടെ വിശേഷം എനിക്ക് പറയാം. ഇനി എന്തൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു കാര്യങ്ങൾ ഇതാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് അയ്യോ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്തയും ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.